ഹലോ, വെൽക്കം ടു ആദി വിത്തമ്മ. ഇന്ന് നമുക്കൊരു മുഗളായി ചിക്കൻ ഉണ്ടാക്കിയാലോ. മുഗളായി ചിക്കന് ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പത്തലമുളക്, അത് പത്തലമുളക് അരയ്ക്കേണ്ടത് കൊണ്ടാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. സവോള ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ സവോള, 1.5 കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 1.5 കപ്പ് തൈര്, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾ, 4 ടീസ്പൂൺ നെയ്യ്, ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വറുത്ത പൊട്ടേറ്റോ, കാഷ്യൂ നട്ട്സ് 1/2 കപ്പ്. ഇതോടൊപ്പം തന്നെ കുറച്ച് കറി ലീവ്സും കൂടെ, കറിവേപ്പില കൂടെ. പിന്നെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി, സോറി കേട്ടോ. ചിക്കൻ ഞാനത് വെള്ളം വാരാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. കാരണം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ വേണം, കാരണം തൈരൊക്കെ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കുറേ വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു. അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ മസാല വെള്ളത്തിലിട്ടിരുന്ന പത്തൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ഇത്രയും സാധനങ്ങൾ അരച്ചു നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം തൈരുമായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും മുമ്പേ പറഞ്ഞില്ല, ഉപ്പ് എല്ലാത്തിനും ഉണ്ടല്ലോ, ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെക്കണം. ഞാനിനി ആ ചിക്കൻ കാണിച്ചു തരാമേ. ചിക്കൻ്റെ ഡ്രം സ്റ്റിക്സ് ആണ് മേടിച്ചത്, കാരണം മുഗളായി ചിക്കൻ എപ്പോഴും നല്ലത് ഡ്രം സ്റ്റിക്കാണ്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് ഈ പറഞ്ഞ മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതൊരു 1 മണിക്കൂർ വെക്കണം. ഇപ്പം 1 മണിക്കൂറായി. അപ്പം ഞാൻ ചീനിച്ചട്ടി വെച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു. ചീനിച്ചട്ടി ചൂടായപ്പം നെയ്യ് ഒഴിച്ചു. ഇനി ആ നെയ്യിലിട്ട് വേണം നമുക്ക് സവോള വറക്കാനായിട്ട്. കാണിച്ചു തരാമേ. ചീനച്ചട്ടിയിൽ നല്ലതായിട്ട് ചൂടായ നെയ്യിലേക്ക് സവോള ഇട്ടു. സവോളയിൽ നിന്ന് ഫ്രൈ ആകണം, വഴറ്റുമല്ല കേട്ടോ ചെയ്യേണ്ട, കുറച്ച് ഫ്രൈ ആകണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെയ്യ് കൂടുതൽ ഒഴിച്ചത്. അപ്പോൾ സവോള പെട്ടെന്ന് ഫ്രൈ ആകാനായിട്ട് ചെയ്യുന്നൊരു ടിപ്പ് അതെല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനും പറയാം, ഇച്ചിരി ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് ഫ്രൈ ആയി. ഈ സവാളയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ആ സബോളയിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് നെയ്യിൽ മൂപ്പിച്ച സബോളയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി അതിന് ശേഷം നമ്മൾ കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അരച്ചിട്ടുണ്ട്. ആ അരച്ചത് ഒരു ഏകദേശം 2 കപ്പ് വെള്ളത്തിൽ അത് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കണം. നമ്മളപ്പം അണ്ടിപ്പരിപ്പ് അരച്ചത്, കാഷ്യൂ നട്ട് അരച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ല ഫ്ലെയിമിലാണ്, ഫ്ലെയിം നല്ല കൂട്ടിയാണ് ഈ ഒരു സമയം വരെ, അതായത് ഒന്ന് തിളച്ച് വരുന്നവരെ, ആ ചിക്കൻ ഇട്ടത് തിളച്ച് വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി വെക്കും. ഇനി നമുക്ക് ഫ്ലെയിം വളരെ സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ പൊറോട്ടയും മുഗളായി ചിക്കനും കൂടെ കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി എരിവ് കൂടിയതുപോലെ തോന്നുന്നുണ്ട്, എങ്കിലും നല്ല രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും മുഗളായി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് പറയണേ. താങ്ക് യു.